മദീനയുടെ മുത്തിന്റെ പരിശുദ്ധമായ പവിത്രമായ വാക്കുകൾ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വന്നാൽ ആ ജീവിതം എത്ര മെച്ചമാണെന്നറിയോ, ആ ജീവിതം എത്ര ത്യാഗമാണെന്നറിയോ. അതിൽപ്പെട്ട ഒന്നാമത്തത് നിന്റെ കുടുംബക്കാരോട് സലാം പറയലാണ്. നിന്റെ വേണ്ടപ്പെട്ടവരോട്, നിന്റെ പ്രിയപ്പെട്ടവരോട്, നിന്റെ കൂട്ടുകാരോട്, നിന്റെ സഹോദരങ്ങളോട് നീ സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരല. അല്ലാഹുവേ, ആ ഒരൊറ്റ സലാം മതി നിന്റെ ജീവിതത്തിന്റെ സകലമായ രോഗങ്ങൾ മാറാൻ, ജീവിതത്തിന്റെ ടെൻഷനുകൾ മാറാൻ, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ മാറാൻ. പക്ഷേ നമുക്കൊന്നും മടിയാ. ബാപ്പ ഉമ്മയോട് പറയില്ല, ഉമ്മ ബാപ്പയോട് പറയില്ല, ഭാര്യ ഭർത്താവിനോട് പറയില്ല, ഭർത്താവ് ഭാര്യയോട് പറയില്ല, മക്കൾ മാതാപിതാക്കളോട് പറയില്ല. എന്തിനേറെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പെണ്ണിന്റെ ശരീരം മുഴുവനും വേദനയാ, ശരീരം മുഴുവനും വേദനിക്കുകയാൻ. എങ്ങനെയുള്ള പെണ്ണാ? അള്ളാഹുവിന് വേണ്ടി എപ്പോഴും നിസ്കരിക്കും, അള്ളാന്റെ ഖുർആൻ ഓതുന്ന ഒരു പെണ്ണവിടുന്ന് കടന്നു വരികയാണ്. വന്നുകൊണ്ട് മഹാന്മാരോട് പറഞ്ഞു, തങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് മരുന്നുകൾ കഴിച്ചു, ഒരുപാട് ഔഷധങ്ങൾ കഴിച്ചു, ഒരുപാട് മരുന്നുകൾ ജീവിതത്തിന് വേണ്ടി ഞങ്ങളെല്ലാം കഴിച്ചു. പക്ഷേ ഇന്ന് വരെ രോഗത്തിനൊരു ശമനം ലഭിച്ചിട്ടില്ല, ഇന്ന് വരെ രോഗം മാറിയിട്ടില്ല. അതിനെന്ത് വേണമെന്നറിയോ? ഇന്ന് ഈ കൂട്ടത്തിലിരിക്കുന്ന പലർക്കും അല്ലാഹുവേ, പലരും അലർജി പോലത്തെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. കണ്ണിന് കാഴ്ചയില്ലാതെ പ്രയാസപ്പെടുന്നവരാ, കാതിന് കേൾവിയില്ലാതെ പ്രയാസപ്പെടുന്നവരാ, കൊളസ്ട്രോളും ഷുഗറും പ്രഷറും തുടങ്ങി അങ്ങനെ പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാ. എന്നാൽ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരൊറ്റ സലാം മതി നമ്മുടെ സകലമായ രോഗങ്ങളും മാറാൻ. നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ആ ഒരു സലാം മതി എല്ലാ രോഗം മാറാൻ. അലർജിയൊക്കെ പമ്പ അടക്കും. പക്ഷേ നമ്മൾ എന്ത് വേണമെന്നറിയോ? സലാം പറയുമ്പോ ആ സലാം പറയുന്ന ഭർത്താവാണെങ്കിൽ ഭർത്താവ് കരുതണം, റബ്ബേ, ഞാൻ എന്റെ ഭാര്യയോട് പറയാണ് അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെന്ന് പറയുമ്പോ അവളുടെ മാരകമായ ഏത് രോഗമാണോ ആ രോഗം മാറ്റണേ അല്ലാ എന്ന് ഭർത്താവ് കരുതണം. അവളുടെ രോഗം എന്താണോ ആ രോഗത്തെ മാറ്റണമെന്ന് ഭർത്താവ് കരുതണം. അങ്ങനെ കരുതുമ്പോ എന്താ പറയാ? അള്ളാന്റെ രക്ഷയുണ്ടാകട്ടെ. അതാരാ പഠിപ്പിക്കാം? അതിർഗത്തിളങ്ങും പരിശുദ്ധനൂറ് ഒളിവിലെ കൊളിരാണ് മനമിൽ അജബുകൾ തെളിയും മണിമുത്തിനൊളിവായി പൂനബി കമറാണ്. പെരിയവൻ നിറവിൽ പരിശുദ്ധ കമറായി അജബുകൾ തെളിച്ചോരേ നബിയെ, പവിത്രത തിളങ്ങും പരിശുദ്ധ മനബി ഒളിയായി നിലവായി അജബുകൾ തീർത്ത അത്ഭുതനൂറേ ത്വാഹ റസൂലുള്ളാഹ് നബിയെ, കണി കണ്ടു കിടക്കും പരിശുദ്ധനൂറേ ത്വാഹ നൂറുള്ളാഹ്. മുത്തനബി തങ്ങള് സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, നിങ്ങൾ പരസ്പരം കണ്ട സലാം പറയണം. സഹാബത്തിനോട് അങ്ങനെ പറഞ്ഞു, നിങ്ങൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരണം. ആ സലാം പറച്ചിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മാറ്റമാണ്. അതൊരു വല്ലാത്ത ഒരു ഔഷധമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കിട്ടാൻ, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ കിട്ടാൻ, ജീവിതത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും, അള്ളാന്റെ രക്ഷയുണ്ടാകട്ടെ. വറഹ്മത്തുള്ളാഹി പോരാ, അള്ളാന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ. വബറകാതുഹു, അല്ലാഹുവിന്റെ സകലമായ ബറകാത്തുകളും ബറക്കത്തുകളും നിനക്ക് ലഭിക്കട്ടെ. ആ ഒരൊറ്റ സലാമിലൂടെ റഹ്മത്ത്, ബറക്കത്ത് എല്ലാം ജീവിതത്തിന് ആവശ്യമുള്ള സകലമായ കാര്യങ്ങളും, ജീവിതത്തിന് ആവശ്യമുള്ള സകലമായ കാര്യങ്ങളും അവിടുന്ന്
നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ജീവിതത്തിൽ ഒരുപാട് സന്തോഷം അല്ലാഹു നമുക്ക് തരും. അതുകൊണ്ടാണ് നമ്മൾ നടക്കുമ്പോൾ നിസ്സാരമായി കാണുന്ന പലതും നമ്മൾ ഗൗരവാക്കിയെടുക്കണം. അതിൽപ്പെട്ട ഒന്നാമത്തേതാണ് സലാം പറയൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു വീട്ടിന്റെ ഉള്ളിൽ ഒരു ഉമ്മയും മകളും, അതുപോലെ ബാപ്പ മരിച്ചുപോയി, ഉമ്മയും മകളും ഒരുമിച്ചാണ് വീട്ടിലുള്ളത്. മകൾക്കൊരു രോഗമുണ്ട്. രോഗമെന്തെന്നറിയോ? കുട്ടിയുടെ ശരീരത്തിലൂടെ ഞരമ്പുകൾ മുഴുവനും വല്ലാത്തൊരു പ്രയാസത്തിൽ, എപ്പോഴും വേദനയാണ്. അവസാനം അവിടെ നന്നത്തെ വൈദ്യൻ പറഞ്ഞു, ആ മോക്ക് ഹാർട്ടിന് കുഴപ്പമുണ്ട്. ആ മോക്ക് ഹാർട്ടിന് കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഒരുപാട് മരുന്ന് കഴിച്ച് മാറുന്നില്ല. അപ്പൊ ചോദിച്ചു, മാതാ, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? ഇനി എന്ത് ചെയ്യും? അതിന് വല്ല മരുന്നുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു, വല്ലാഹ് അസ്സലാമു അലൈക്കും, നിങ്ങൾ സലാം പറയണം. ഉമ്മ മകളോട് എപ്പോ കണ്ടാലും സലാം പറയണം. അസ്സലാമു അലൈക്കും എന്ന് മാത്രമല്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ രക്ഷയും അല്ലാഹുവിന്റെ ബറക്കത്തും അല്ലാഹുവിന്റെ റഹ്മത്തും നിനക്കുണ്ടാകട്ടെ. ഉമ്മ പറയുമ്പോ മനസ്സുകൊണ്ടല്ലോ, എന്റെ മകൾക്ക് ഇന്ന രോഗമുണ്ട്, ആ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ആ രോഗം മാറുമെന്ന് പറഞ്ഞു. ഈ പെണ്ണ് വീട്ടിലേക്ക് പോയി തന്റെ പ്രിയപ്പെട്ട മകളെ കണ്ടപാട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. രണ്ടാമത്തെ മാസം ഒരു ചെക്കപ്പ് ഉണ്ട്. വൈദ്യൻ പറഞ്ഞു, ആബിദുൽ അബ്റ എന്ന് പറയുന്ന ഏറ്റവും നല്ല വൈദ്യൻ അദ്ദേഹത്തിന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഒന്ന് ചെക്ക് ചെയ്യാമോ? അദ്ദേഹം ചെക്ക് ചെയ്തിട്ട് ചോദിച്ചു, വല്ലാഹ് എന്ത് മരുന്നാ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ കൊടുത്തത്? അവിടെ നിന്ന് പറഞ്ഞു, ഒന്നുമില്ല, ഒരു മരുന്നും കൊടുത്തിട്ടില്ല. എന്നാൽ അൽഹംദുലില്ലാഹ് നിന്റെ മകളുടെ ഹാർട്ടിന് ഇപ്പോൾ കുഴപ്പമില്ല. കാരണം എന്തേ? നീ കൊടുത്ത മരുന്നോന്ന് എനിക്കറിയില്ല. അപ്പോഴും പെണ്ണ് പറഞ്ഞു, ഞാൻ എപ്പോഴും സലാം പറയും, എന്റെ മകളോട് സലാം പറയും. സലാം പറഞ്ഞിട്ട് ഞാൻ പറയും, ഞാൻ ചിന്തിക്കുമല്ലോ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുമ്പോ എന്റെ മകളുടെ ഹാർട്ട് രോഗം മാറണമെന്ന് പറഞ്ഞ് നല്ല നീയത്തോടെ പറഞ്ഞതാണ്. നല്ല നീയത്തോടെ പറഞ്ഞതാണ്. ആ ഒരു നീയത്തിന്റെ ബറക്കത്ത് കൊണ്ടാണ് അല്ലാഹു ആ രോഗത്തിന് ശമനം കൊടുത്തു എന്ന് പറയുമ്പോ, മക്കള് രോഗമായി, പ്രയാസങ്ങളായി, ബുദ്ധിമുട്ടുകളായി, സങ്കടങ്ങളായി കഴിഞ്ഞുകൂടുന്നവരെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അസ്സലാമു അലൈക്കും എന്ന പരിശുദ്ധമായ ആ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ, ആ പരിശുദ്ധമായ ആ സന്തോഷം നമ്മൾ ചെയ്താൽ, അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ അതൊരു പാഠമാ, ജീവിതത്തിൽ അതൊരു ബറക്കത്താ. ജീവിതത്തിൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത, ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു ഗുണം അല്ലാഹു നമുക്ക് തരും. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിന്റെ വഴിയിലൂടെ കടക്കും എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങൾ മുഴുവനും സലാം എന്നുള്ള ആ ഒന്നിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല അമൂല്യ മുത്തായി നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾക്കെല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുന്നത്, നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളിലേക്കും നിങ്ങൾക്ക് കടന്നു മുഴുവനും സലാം പറയണം. എപ്പോഴും വീട്ടുകാരോട്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, പ്രിയപ്പെട്ടവരോട് ഇല്ലേ നമ്മൾ സംസാരിക്കണം. ഏത് വലിയ വേദനയാണോ, ഏത് വലിയ പ്രയാസമാണോ, ഭാര്യ പറയണം, നിങ്ങളുടെ കൈവേദനിക്കുന്നെങ്കിൽ അസ്സലാമു അലൈക്കും, അള്ളാന്റെ രക്ഷയുണ്ടാകട്ടെ. ശരീരങ്ങൾ വേദനയെടുത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. വേദന എടുക്കുമ്പോ നമുക്ക് ആരോടും പറയാനുണ്ടാകില്ല. അപ്പൊ നമ്മൾ പറയാനുള്ളത് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറയണം. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്, അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് കണ്ണീരുകൾ, അതെല്ലാം മാറിപ്പോകാൻ അസ്സലാമു
അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ എപ്പോഴും നല്ല നിയ്യത്തോടെ നല്ല മനസ്സോടെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അള്ളാഹു നമുക്ക് തരും. അള്ളാന്റെ ഹബീബോടെന്ന് പറഞ്ഞ് ഒന്നാമത്തെ സലാമ, രണ്ടാമത്തതോ അതിസ്തിഗ്ഫാറാ. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ, ഒരു മനുഷ്യൻ ഒരു കുറ്റം ചെയ്താൽ അള്ളാഹു പെട്ടെന്നങ്ങ് രേഖപ്പെടുത്തൂല. അള്ളാഹു കാത്തിരിക്കുന്നവനോട് തൗബ ചോദിക്കുമോ, അവനോട് പൊറുക്കലിനെ ചോദിക്കുമോ എന്ന് പറഞ്ഞ് അള്ളാഹു കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനേ, നമ്മൾ ആ ഒരു സന്തോഷത്തിലൂടെ കടന്നു പോകണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്ന് സലാമ, രണ്ട് ഇസ്തിഗ്ഫാറ. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്താ അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിച്ചു, നമ്മൾ വിജയിച്ചു, നമ്മൾ വിജയിച്ചു. കാര്യം നിസ്സാരാൻ, പക്ഷെ നിസ്സാരമെന്ന് പറയുന്ന ആ കാര്യത്തെ നമ്മൾ ഗൗരവരമായി കാണണം. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. അള്ളാഹു ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ചൊല്ലുമോ, ജദ്ദിദു ഈമാനക്കും വനബ്ബിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ഈ പരിശുദ്ധമായ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ അല്ലാഹ് ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി വിട പറയാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. സന്തോഷം നിറച്ചു കൊടുക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളെല്ലാം നീ നിറയ്ക്കണേ അല്ലാഹ്. ചൊല്ല് മടിക്കണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ചൊല്ലെല്ലാവരും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ് അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം നീ അകറ്റിത്തരണേ അല്ലാഹ് അല്ലാഹുവേ മജ്‌ലിസിൽ സംഗമിക്കുന്നവർ ഏതെല്ലാം ആഗ്രഹമാണോ അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ളത് അല്ലാഹ് നീ തട്ടിക്കളയല്ല അല്ലാഹ് നീ ഖായിബാക്കല്ല അല്ലാഹ് പടച്ചോനെ രോഗങ്ങളും സങ്കടങ്ങളും കൊടുത്ത് നീ പ്രയാസത്തിലാക്കല്ല അല്ലാഹ് നീ ദുഃഖത്തിലാഴ്ത്തല്ല അല്ലാഹ് അല്ലാഹുവേ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ എന്തെല്ലാം അഭിലാഷങ്ങൾ പറഞ്ഞോ അതെല്ലാം നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല അല്ലാഹ് സങ്കടങ്ങൾ കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല അല്ലാഹ് ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ് അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് സങ്കടത്തിൽ കിടക്കുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് അവരുടെയൊക്കെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ ആര് എന്തെല്ലാം രോഗത്തിന്റെ വഴിയിൽ സങ്കടപ്പെടുന്നോ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണേ അല്ലാഹ് നീ പരിഹാരം കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ സങ്കടങ്ങൾ കൊടുത്ത് പ്രയാസങ്ങൾ കൊടുത്ത് നീ കഷ്ടത്തിലാക്കല്ല അല്ലാഹ് നിൻ ഹബീബ് നമ്മുടെ ഖൽബിന്റെ രാജകുമാർ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ വഴികളിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് ഖബൂലാക്കണേ അല്ലാഹ് വീണിട്ട് കാല് വേദനയാണ് ശിഫ ചെയ്യാ പറഞ്ഞവരുണ്ട് നീ എത്രയും പെട്ടെന്ന് ശമനം കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ നീ മാറ്റണേ അല്ലാഹ് നീ മാറ്റണേ അല്ലാഹ് അല്ലാഹുവേ അല്ലാഹ് നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തരണേ റബ്ബേ നിന്റെ നരകം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ് പടച്ചവനെ ദുനിയാവിന്റെ പുറത്ത് ആരല്ല എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ് അല്ലാഹുമ്മ റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين